2023 സെപ്റ്റംബർ 9-10 തീയതികളിൽ പ്രമുഖ രാജ്യങ്ങളെല്ലാം തന്നെ പങ്കെടുക്കുന്ന വളരെ വലിയ ഒരു ഇവന്റ് നമ്മുടെ ഇന്ത്യയിൽ വെച്ച് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും G20 സബ്മിറ്റ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ഇതിൽ അവർ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ഇതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെന്ന് പറയുമ്പോൾ എന്നെയും നിങ്ങളെയും പോലെയൊക്കെ ക്രിപ്റ്റോ കറൻസിയുടെ ഭാവി ഏത് രീതിയിലായിരിക്കും എന്നറിയാനായിട്ട് ആകാംക്ഷയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കാത്തിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഇതിൽ ക്രിപ്റ്റോ കറൻസിയുടെ ഗ്ലോബൽ ഫ്രെയിം വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ക്രിപ്റ്റോ കറൻസി റെഗുലേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഏത് രീതിയിലായിരിക്കും അവരൊരു തീരുമാനമെടുക്കാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആകാംക്ഷയുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. അങ്ങനെ ആകാംക്ഷയുള്ളവർ മാത്രം ഈ വീഡിയോ തുടർന്ന് കണ്ടാൽ മതി. കാരണം അല്ലാത്ത ആളുകൾക്ക് കാര്യമായിട്ടൊന്നും തന്നെ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടാനായിട്ട് പോകുന്നില്ല. അപ്പോൾ ഈ ഒരു ക്രിപ്റ്റോ റെഗുലേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMFും FSBയും ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ബോർഡും ഇവർ രണ്ടുപേരും ചേർന്ന് കുറച്ച് ഗൈഡ് ലൈൻസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്, കുറച്ച് റെക്കമെൻഡേഷൻസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്, ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്, അവരെന്തുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്, ഇതൊക്കെയായിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഞാൻ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ ക്രിപ്റ്റോ കറൻസിയുടെ കാര്യം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല രാജ്യങ്ങളും അവരുടെ രാജ്യത്ത് അവരുടേതായിട്ടുള്ള രീതിയിൽ പലതരത്തിലും ക്രിപ്റ്റോ കറൻസിയെ ബാൻ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും ഒക്കെ നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ കാര്യം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം അവർ ബാൻ ചെയ്യാനായിട്ട് ശ്രമിച്ചു. അത് സാധിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ടാക്സബിൾ ആക്കി 30% ടാക്സ് ഒക്കെ അതിന് മേലെ കൊണ്ടുവന്നു. അങ്ങനെ അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. മറ്റ് ചില രാജ്യങ്ങൾ ബാൻ ചെയ്യാനായിട്ട് ശ്രമിച്ചു, വേറെ ചില രാജ്യങ്ങൾ അത് റെഗുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ ഓരോ രാജ്യക്കാരും അവരുടേതായിട്ടുള്ള തീരുമാനങ്ങൾ മാത്രമായിരുന്നു അവരുടെ രാജ്യത്ത് ക്രിപ്റ്റോ കറൻസിക്ക് എതിരായിട്ട് എടുത്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ബജറ്റ് അവതരിപ്പിച്ച സമയത്ത് നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള നിർമ്മല സീതാരാമൻ ഈ കാര്യം കൃത്യമായിട്ട് പറയുകയുണ്ടായി. അതായത് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ആ ഒരു സംഭവം, ആ ഒരു കറൻസി നമുക്ക് ബാൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം അതിൻ്റെ ഒരു നേച്ചർ അങ്ങനെയാണ്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അങ്ങനെയാണ്, അത് ബാൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷേ നമുക്കത് റെഗുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ റെഗുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും ഒരു ഗ്ലോബൽ ഫ്രെയിം വർക്ക് അത്യാവശ്യമാണ്. ഒരു രാജ്യം മാത്രം വിചാരിച്ചുകൊണ്ട് അത് റെഗുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. എല്ലാ രാജ്യങ്ങളുടെയും പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ടോട് കൂടി മാത്രമേ ഈ ക്രിപ്റ്റോ കറൻസി ഒരു രാജ്യത്ത് അല്ലെങ്കിൽ മൊത്തത്തിൽ റെഗുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് അവരത് റെഗുലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പല രാജ്യങ്ങളും ക്രിപ്റ്റോ കറൻസിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിപ്റ്റോ കറൻസിയും കറൻസിയും തമ്മിലുള്ള കുറച്ച് വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം പ്രത്യക്ഷത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ സാധാരണ നമ്മുടെ ട്രഡീഷണൽ കറൻസിയും ക്രിപ്റ്റോ കറൻസിയും തമ്മിലുണ്ട്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, ഡീസെൻട്രലൈസേഷൻ തുടങ്ങിയ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സംഭവമാണ് ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. പക്ഷേ ഒരു രാജ്യത്തിന് വേണമെങ്കിൽ ആ രാജ്യത്തിന്റെ കറൻസിയുടെ മേലെ ഒരുപാട് നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോൾ ഒരു രാജ്യത്തെ കറൻസി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ റുപ്പി ആയിക്കോട്ടെ, അല്ലെങ്കിൽ US ഡോളർ ആയിക്കോട്ടെ, യൂറോ ആയിക്കോട്ടെ, ഏത് കറൻസി വേണമെങ്കിലും എടുത്തോ, ആ രാജ്യത്തെ സാധനങ്ങൾ വാങ്ങിക്കാനും വിൽക്കാനും മാത്രമുള്ള ഒരു പണം മാത്രമല്ല ഈ കറൻസി എന്ന് പറയുന്നത്. ആ രാജ്യത്തിന്റെ ഇക്കണോമിയെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും അടിപൊളി ടൂൾ കൂടിയാണ് ഈ കറൻസി എന്ന് പറയുന്നത്. എല്ലാ രാജ്യത്തെയും ട്രഡീഷണൽ കറൻസിയുടെ കൺട്രോൾ ആ രാജ്യത്തെ സെൻട്രൽ ബാങ്കിനായിരിക്കും. അപ്പോൾ ഈ സെൻട്രൽ ബാങ്കിന് കൃത്യമായിട്ട് ആ കറൻസിയുടെ മേലെ കൺട്രോൾ ഉള്ളതുകൊണ്ട് തന്നെ ആ രാജ്യത്തിന്റെ ഇക്കണോമിയെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് ചെയ്യാൻ സാധിക്കും. ഈ മോണിറ്ററി റിലേറ്റഡ് പോളിസിയാണ് രാജ്യത്തെ ഇക്കണോമിയെ ബൂസ്റ്റ് ചെയ്യാനും ഇൻഫ്ലേഷൻ കൂടുമ്പോൾ കുറയ്ക്കാനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയും കുറച്ചുമൊക്കെ മാർക്കറ്റിലേക്ക് കൂടുതൽ കറൻസി കൊണ്ടുവരും. അതുപോലെ തന്നെ മാർക്കറ്റിലുള്ള ലിക്വിഡിറ്റി അബ്സോർബ് ചെയ്യും. അങ്ങനെ പല രീതിയിലും ഇക്കണോമിയെ കൺട്രോൾ ചെയ്യാനായിട്ട് ഏറ്റവും അധികം സഹായിക്കുന്നത് ആ രാജ്യത്തെ കറൻസി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ നിലവിലുള്ള കറൻസി സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ട്രഡീഷണൽ കറൻസികൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്നത് ഇവിടെയാണ്, ഈ ഒരു പോയിന്റിലാണ്. അതായത് ആ ഒരു കറൻസി ഇല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ടൂൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഇക്കണോമി തകരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു കറൻസിയോ അല്ലെങ്കിൽ അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു പേയ്മെൻറ്റ് സിസ്റ്റമോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗവൺമെൻറ് പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ വളരെ വലിയൊരു ത്രെട്ട് തന്നെയാണ്. അവരുടെ രാജ്യത്തിൻ്റെ ഇക്കണോമിയെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കറൻസി വരിക എന്ന് പറയുന്നത്. അതായത് ക്രിപ്റ്റോ കറൻസി വരിക എന്ന് പറയുന്നത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ത്രെട്ട് തന്നെയാണ്. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു കറൻസി അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പേയ്മെൻറ്റ് സിസ്റ്റം വരുമ്പോൾ അവരുടെ മോണിറ്ററി പോളിസീസ് ഒന്നും തന്നെ അവരുടെ കയ്യിൽ നിൽക്കാതെ വരികയും അവർക്ക് ഇക്കണോമിയെ കൺട്രോൾ ചെയ്യാൻ സാധിക്കാതെ വരികയും ചെയ്യും. അത് വളരെ വലിയൊരു ത്രെട്ടായിട്ട് കാണുന്നതിൽ നമുക്ക് ഗവൺമെൻറ്റിനെ കുറ്റം പറയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് പല രാജ്യങ്ങളും ക്രിപ്റ്റോ കറൻസി ബാൻ ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. പക്ഷേ ബാൻ ചെയ്യാനായിട്ട് ക്രിപ്റ്റോ കറൻസിയുടെ ആ ഒരു ഡീസെൻട്രലൈസ്ഡ് നേച്ചർ വെച്ചുകൊണ്ടും അല്ലെങ്കിൽ ആ ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വെച്ചുകൊണ്ടും സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എല്ലാ രാജ്യങ്ങളും ഒരൊറ്റക്കെട്ടായിട്ട് ഒരൊറ്റ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇത് റെഗുലേറ്റ് ചെയ്യാൻ പോലും സാധിക്കുള്ളൂ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പല രാജ്യങ്ങളും എത്തിയത്. അത് തന്നെയാണ് നമ്മുടെ നിർമ്മല സീതാരാമൻ കഴിഞ്ഞ ബജറ്റിൽ കൃത്യമായിട്ടത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ IMFിൻ്റെയും FSBയുടെയും ആ ഒരു ഗൈഡ് ലൈൻസിലേക്ക് പോകുന്നതിന് മുൻപേ തന്നെ നിലവിൽ ക്രിപ്റ്റോ കറൻസി റെഗുലേറ്റ് ചെയ്യണം എന്ന് പറയുന്നതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ആൻറ്റി മണി ലോണ്ടറിങ് അതുപോലെ തന്നെ ടെററിസ്റ്റ് ആക്ടിവിറ്റീസിലേക്കൊക്കെ ഒരുപാട് ഫണ്ട് പോകുന്നത്
തടയാനായിട്ട് ഗവൺമെന്റുകൾക്ക് സാധിക്കുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ക്രിപ്റ്റോ കറൻസി ഒരുപാട് ഇല്ലീഗൽ ആക്ടിവിറ്റീസിന് ഇപ്പോൾ ഡാർക്ക് വെബിലായാലും അല്ലെങ്കിൽ മറ്റുള്ള ഡ്രഗ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകൾക്കായാലും എല്ലാം തന്നെ ഒരുപാട് ഇല്ലീഗൽ ആക്ടിവിറ്റീസിന് ക്രിപ്റ്റോ കറൻസി യൂസ് ചെയ്യുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കാത്ത ഒരു കാര്യം തന്നെയാണ്. അതായത് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ആ ഒരു ടെക്നോളജിയുടെ നല്ല വശങ്ങളെ മിസ്യൂസ് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുണ്ടെങ്കിൽ വളരെ വലിയ ഒരു കൂട്ടം ആളുകൾ തന്നെയുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഗവൺമെൻറ്റുകളും അത് സപ്പോർട്ട് ചെയ്യില്ല, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റുകൾക്കും അത് അനുവദിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ കൃത്യമായിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ തടയാനും അതുപോലെ തന്നെ ആൻറ്റി മണി ലോണ്ടറിങ് ഇല്ലാതാക്കാനും ഒക്കെ ആയിട്ട് തീർച്ചയായിട്ടും ഒരു റെഗുലേഷൻ വേണമെന്ന് ഗവൺമെൻറ്റുകൾ പറയുന്നതിൽ അവർ തെറ്റ് പറയാനായിട്ട് തീർച്ചയായിട്ടും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രിപ്റ്റോ കറൻസി ട്രാൻസാക്ഷൻ്റെ മേലെ ഒരു ലൈസൻസിങ് കൊണ്ടുവരാനായിരിക്കും സാധ്യത കൂടുതൽ. അതായത് ഇന്ത്യയിൽ നിന്നും വേറൊരു രാജ്യത്തേക്ക് അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്ക് ക്രിപ്റ്റോ കറൻസി ട്രാൻസാക്ഷൻ നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഗവൺമെൻറ്റുകൾക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഏത് രീതിയിലായിരിക്കും അവർ കൊണ്ടുവരാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ അറിയില്ല. പക്ഷേ ഒരു ലൈസൻസിങ് കൊണ്ടുവരാനായിട്ടുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഇനി IMFിൻ്റെയും FSBയുടെയും ക്രിപ്റ്റോ കറൻസി റെഗുലേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് അവർ പറയുന്നത് ബ്ലാങ്കറ്റ് ബാൻസ് ആർ ഇൻഎഫക്റ്റീവ് എന്നാണ്. അതായത് ക്രിപ്റ്റോ കറൻസി ബാൻ ചെയ്യുന്നത് കൊണ്ട് കാര്യമായിട്ടുള്ള ഗുണമൊന്നും ഇല്ല എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് IMFും FSBയും ഒരുപോലെ തന്നെ പറയുന്നത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, ക്രിപ്റ്റോ കറൻസിയുടെ ആ ഒരു നേച്ചർ വെച്ചുകൊണ്ട് അത് ബാൻ ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു ടെക്നോളജി വെച്ചുകൊണ്ട് അത് ബാൻ ചെയ്യാനോ അല്ലെങ്കിൽ അതിന് തടഞ്ഞു വെക്കാനൊന്നും ആർക്കും തന്നെ സാധിക്കില്ല. ഇനിയിപ്പോൾ ഇന്ത്യയിൽ ക്രിപ്റ്റോ കറൻസി ബാൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ക്രിപ്റ്റോ കറൻസിയിൽ ട്രേഡ് ചെയ്യുന്നതും ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും എല്ലാം തന്നെ ഒരു ഇല്ലീഗലായിട്ട് അവർ പ്രഖ്യാപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് ആളുകൾ അതിൽ നിന്ന് പിന്മാറിയേക്കാം. പക്ഷേ കൂടുതൽ ആളുകളും മറ്റുള്ള രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോകുന്നത്. അത് തീർച്ചയായിട്ടും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം മാത്രമേ, നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് മാത്രമേ ഈ ബാൻ കൊണ്ട് അവിടെ ഉണ്ടാക്കാനായിട്ട് പോകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ബ്ലാങ്കറ്റ് ബാൻസ് ആർ ഇൻഎഫക്റ്റീവ് എന്ന് തന്നെയാണ് IMFും FSBയും ഒരുപോലെ പറയുന്നത്. രണ്ടാമതായിട്ട് കൺസേൺസ് അബൌട്ട് സ്റ്റേബിൾ കോയിൻസ് ആണ്. അതായത് സ്റ്റേബിൾ കോയിൻസ് നമ്മുടെ ട്രഡീഷണൽ മണിയെ റീപ്ലേസ് ചെയ്യുമോ എന്നുള്ളൊരു കൺസേൺ തീർച്ചയായിട്ടും അവർക്കുണ്ട്. കാരണം ക്രിപ്റ്റോ കറൻസിയുടെ ഈ ബോർഡർലെസ് ആയിട്ടുള്ള നേച്ചർ കാരണം തന്നെ നമ്മുടെ രാജ്യത്തെ പൈസ സ്റ്റേബിൾ കോയിൻസ് വഴി വേറെ രാജ്യങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടാനായിട്ടുള്ള സാധ്യതകൾ അവിടെ തീർച്ചയായിട്ടും ഉണ്ട്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ രാജ്യത്തിൻ്റെ ഇക്കണോമിയെ അത് സാരമായിട്ട് തന്നെ ബാധിക്കും എന്നുള്ള കാര്യങ്ങളും നമുക്കറിയാവുന്നതാണ്. ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലുള്ള ട്രഡീഷണൽ കറൻസിക്ക് ബദലായിട്ട് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റേബിൾ കോയിൻസ് വരികയാണെന്നുണ്ടെങ്കിൽ, കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത സ്റ്റേബിൾ കോയിൻസ് വരികയാണെന്നുണ്ടെങ്കിൽ അത് രാജ്യത്തിന് തന്നെ ഭീഷണിയാണെന്നുള്ള കാര്യങ്ങളാണ് IMFും FSBയും അവരുടെ ഗൈഡ് ലൈൻസിൽ പറയുന്നത്. മൂന്നാമതായിട്ടുള്ളത് ഗ്ലോബൽ കോർഡിനേഷൻ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഒരു രാജ്യത്ത് മാത്രമായിട്ട് ക്രിപ്റ്റോ കറൻസിയുടെ മേലെ ഒരു റെഗുലേഷനോ ബാനോ ഒന്നും തന്നെ കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു ഗ്ലോബൽ ഫ്രെയിം വർക്കിനകത്ത് നിന്നുകൊണ്ട് തന്നെ ചെയ്യേണ്ടി വരും. അതായത് എല്ലാ രാജ്യങ്ങളും ഒറ്റക്കെട്ടായിട്ട് ഒരേ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ കൃത്യമായിട്ടുള്ള ഒരു റെഗുലേഷൻ ക്രിപ്റ്റോ കറൻസിയുടെ മേലെ കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ള കാര്യങ്ങളാണ് IMFും FSBയും എടുത്തു പറയുന്നത്. നാലാമതായിട്ട് മണി ലോണ്ടറിങ് ആൻഡ് അതർ കൺസേൺസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആൻറ്റി മണി ലോണ്ടറിങ്ങും അതുപോലെ തന്നെ ടെററിസ്റ്റ് ആക്ടിവിറ്റീസിനും മറ്റുള്ള പല ഇല്ലീഗൽ ആക്ടിവിറ്റീസിനും ക്രിപ്റ്റോ കറൻസി യൂസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു ഗവൺമെൻറ്റിനും അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന കാര്യമല്ല. വളരെയധികം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനിടയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ പറയുന്ന കാര്യങ്ങൾ. സോ ആ ഒരു കാര്യവും IMFും FSBയും അവരുടെ റെക്കമെൻഡേഷൻസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അഞ്ചാമതായിട്ട് പൊട്ടൻഷ്യൽ മാർക്കറ്റ് ഫെയിലിയേഴ്സ് ആണ്. ഈ ഒരു പോയിന്റിനോട് ഞാൻ പേഴ്സണലായിട്ട് 100% യോജിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ FTX പോലുള്ള ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകൾ കൊളാപ്സ് ആവുന്നതും ഒരുപാട് പേരുടെ പൈസ നഷ്ടപ്പെടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. FTXന് മുമ്പും ഒരുപാട് ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകൾ ഇതുപോലെ പൂട്ടിപ്പോയിട്ടുണ്ട്. ഒരുപാട് പേരുടെ പൈസ അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിലവിലുള്ള മറ്റുള്ള ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകളുടെ കാര്യം എടുത്താലും ഒരു എക്സ്ചേഞ്ചുകളും പൂട്ടിപ്പോവില്ല എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അതായത് നമ്മുടെ ഫണ്ടിന് ആ എക്സ്ചേഞ്ചിൽ എടുക്കുന്ന നമ്മുടെ ഫണ്ട് ഒരിക്കലും സേഫ് അല്ല. ബൈനാൻസ് ആയാലും ഏത് വലിയ എക്സ്ചേഞ്ച് ആയാലും പോലും ഇപ്പോൾ FTX നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ ബൈനാൻസ് പോലെ തന്നെ ഏറ്റവും ടോപ്പ് ഒരു എക്സ്ചേഞ്ച് ആയിരുന്നു FTX എന്ന് പറയുന്നത്. അത് പൂട്ടിപ്പോയി. അപ്പോൾ ബൈനാൻസിനും അത്തരത്തിലുള്ള ഒരു പ്രശ്നം വരാനായിട്ടുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും അവിടെയുണ്ട്. ഒട്ടും തന്നെ നമ്മുടെ ഫണ്ടുകൾ സേഫ് അല്ല ഒരു എക്സ്ചേഞ്ചുകളും. എന്നാൽ റെഗുലേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ക്രിപ്റ്റോ കറൻസി ഓരോ രാജ്യങ്ങളിലും റെഗുലേറ്റ് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വാസത്തോടെ നമുക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും, ക്രിപ്റ്റോ കറൻസി ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അതായത് സെബി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫണ്ട് സേഫ് ആക്കി വെക്കാനാണ്. മാർക്കറ്റിലുള്ള റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതല്ലാതെ ഒരു എക്സ്ചേഞ്ചുകളും പൂട്ടിപ്പോകില്ല എന്നൊരു ഉറപ്പ് നമുക്ക് അവിടെ ഉള്ളതുകൊണ്ടാണ് കൂടുതൽ ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഉറപ്പ് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു വിശ്വാസം ആളുകൾക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ കൂടുതൽ ആളുകൾ ക്രിപ്റ്റോ കറൻസിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാനൊക്കെ വരികയുള്ളൂ. അപ്പോൾ റെഗുലേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് കുറച്ചുകൂടെ സേഫ് ആയിട്ട് ട്രേഡ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും കുറച്ചുകൂടെ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ സാധിക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യവും IMFും FSBയും അവരുടെ ഗൈഡ് ലൈൻസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ രാജ്യത്തിൻ്റെയും ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് ക്രിപ്റ്റോ കറൻസി റെഗുലേറ്റ് ചെയ്യണം, എന്തുകൊണ്ട് ക്രിപ്റ്റോ കറൻസി ബാൻ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് IMFും FSBയും അവരുടെ ഈ ഒരു ഗൈഡ് ലൈൻസിൽ ഏറ്റവും കൂടുതലായിട്ട് പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ക്രിപ്റ്റോ കറൻസി റെഗുലേറ്റ് ചെയ്യുന്നത് നല്ല കാര്യമാണോ മോശം കാര്യമാണോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഏത് രീതിയിലായിരിക്കും ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലൈസൻസ് കൊണ്ടുവരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെ രീതിയിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല. അതിന് ഇനിയും സമയമെടുക്കും. ആ സമയത്ത് നമ്മൾ അതിനെപ്പറ്റി വിശദമായിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ റെഗുലേഷനോട് യോജിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് യോജിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. യോജിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് യോജിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ഹാപ്പി ട്രേഡിംഗ്.